എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണോ എന്നൊക്കെ. നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ട കാര്യം, പോയിന്റ് നമ്പർ 1, ചൂസ് യുവർ സ്റ്റഫ്. അഥവാ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളതുമായ കാര്യം. നമുക്ക് ഇഷ്ടം മാത്രം പോരാ, ഇഷ്ടമുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, യൂസ് എ സിമ്പിൾ വെബ്സൈറ്റ്. ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അതിന് വേണ്ടിയുണ്ട്. ഷോപ്പിഫൈ പോലെ, ദുക്കാൻ പോലെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. ഒരു സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവുക. ആ വെബ്സൈറ്റ് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യം, മേക്ക് ഇറ്റ് ലുക്ക് ഗുഡ്. ഈ വെബ്സൈറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ഇന്ന് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ടുള്ള, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രത്യേകിച്ച് മൊബൈൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സൈറ്റായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഉപയോഗം വളരെ എളുപ്പമായിരിക്കണം, കസ്റ്റമേഴ്സിന് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നാലാമത്തെ കാര്യം, ഷോ ഓഫ് യുവർ പ്രോഡക്ട്സ്. വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സും ഡിസ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വെബ്സൈറ്റിലെ ട്രാഫിക്കിന് അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ആളുകൾ കയറി പർച്ചേസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് കാണുമ്പോൾ ഉണ്ടാവേണ്ട ഇംപ്രഷൻ. അതുകൊണ്ടാണ് പിക്ചേഴ്സ് വളരെ ക്ലിയർ ആയിരിക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുക. അഞ്ചാമത്തെ കാര്യം, സോർട്ട് പേയ്മെൻറ്റ്സ് ആൻഡ് ഡെലിവറി. സ്മൂത്തായിട്ടുള്ള ട്രാൻസാക്ഷൻ, ടൈംലി ഷിപ്പിംഗ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ പോലെ ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ആളുകൾ ഇന്ന് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് ട്രാൻസാക്ഷൻ നടത്താനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. അതുപോലെ ടൈംലി ഷിപ്പിംഗ്, ഇത് എപ്പോൾ കിട്ടുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഉറപ്പുവരുത്തുക. ആറാമത്തെ കാര്യം, സ്പ്രെഡ് ദ വേൾഡ്. അതായത് ലോകത്തെ അറിയിക്കുക നമ്മളിങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ടെന്ന്. അതിന് ഏറ്റവും സഹായകരമായ കാര്യം സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ കൊമേഴ്സാണ് ഒരു പരിധി വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആവട്ടെ, ഇമെയിൽസ് വഴിയാവട്ടെ, മറ്റുള്ള എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ അറിയിക്കുക നമ്മളിങ്ങനെ മികച്ചൊരു ഉൽപ്പന്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ദയവായിട്ട് ചോദിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഓൺലൈൻ സ്റ്റോറുകൾ തുടങ്ങാൻ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.